ആവട്ടറാ ആവട്ടെ, ആകുമ്പോ മതി ഇട്ടാ. ഇന്നെന്താ സ്കൂളൊന്നുമില്ല നിനക്ക്? സ്കൂളൊക്കെ കഴിഞ്ഞ്. സ്കൂളൊക്കെ കഴിഞ്ഞോ? എന്താടാ ഒരു മര്യാദക്കൊക്കെ വർത്തമാനം പറഞ്ഞാല്? ചോദിക്കുന്നത് ആരാണ്? ഞാൻ ആരാ നിന്റെ അച്ഛൻ? അത് മറക്കരുത് നീ ഇട്ടാ. ഇതെവിടെ പോണ്? ഞാൻ പണിക്ക്. നല്ല ഗമയിലാണല്ല. നല്ല ഗമയിലാണല്ല മലക്കെ. നമ്മക്ക് എന്താ ഗമയ്ക്ക് കുറവ്? കിടക്കട്ടെ. ഇതൊക്കെ ഇട്ടുണ്ടോ പോയാലേ നാട്ടുകാർ കളിയാക്കി ചിരിക്കും. എന്തിനു സ്വർണ്ണമാലട്ട എന്തിനാണോ നാട്ടുകാർ കളിയാക്കണത്? അച്ഛനല്ലേ ഇടണത്. അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പമൊന്നും ഇപ്പൊ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നു. എന്താണ് ഇപ്പൊ ഇതിന് കുഴപ്പം? നല്ല ഭംഗിയുണ്ട്. ആണോ? ശരിയാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ. എന്റെ തോർത്ത ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ശ്യാമളെ, ശ്യാമളെ. എന്തോ ഞാൻ അറിഞ്ഞോ? ഇന്നെന്താ നേരത്തെ ഇറങ്ങണേ? ഇന്ന് നേരത്തെ ഇറങ്ങാം. നോക്കട്ടെ നോക്കട്ടെ. എന്താ ശരി ആണല്ലേ? എവിടെ പോവാ? ആ പണിക്ക് ആണല്ലോ. കല്യാണത്തിനല്ലല്ലോ. എന്നല്ല മാല ഊര്. അത് അവിടെ കിടന്നോട്ടെ, ഇതിനെന്താ കുഴപ്പം? അതിന് കുഴപ്പമൊന്നുമില്ല, അത് അവിടെ ഇരുന്നോളും. ഊരിങ്ങോട്. എടി ഇത് അവിടെ വെച്ചിട്ട് എന്താ കാര്യം? ഇത് കഴുത്തിലിട്ട് 10 ആള് കാണില്ലേ? 10 ആള് കാണണ്ടാട്ടാ. ഇതേ ആ ബാങ്കിൽ പണയം ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അതിപ്പോ നമ്മൾ എടുത്തല്ലോ. എടുക്ക് സത്യേട്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അന്നേരം ചെവി കേട്ടുവിടാറുന്നല്ല. ഇപ്പൊ നമ്മളെടുത്തോ? ഞാനാ എടുത്തത്. കുടുംബശ്രീന്ന് ലോൺ എടുത്ത് എന്റെ പണിക്കാശും കൂട്ടി വെച്ച് ഞാൻ എടുത്തത്. മര്യാദക്ക് എന്റെ മാല ഊരുത്താ. അതിനെന്തിനാ നീ കരയണത്? നിങ്ങളിത് കണ്ടോ? അതിന് ഈ കഴുത്തിങ്ങനെ ഒഴിഞ്ഞ് നടക്കാതിട്ട് കാലം എത്രയായി? എന്നാ പിന്നെ നിനക്കത് എടുത്തിട്ടൂടായിരുന്നില്ലേ? നിങ്ങളെ പേടിച്ചിട്ടാ. കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് പണയം വെക്കൂലേ? പിന്നെ ഞാനിവിടെ കിട്ടുന്ന മുഴുവൻ കൊണ്ടുപോയി പണയം വെക്കല്ലേ? ഇപ്പൊ ഒന്നും കേൾക്കണ്ട, എന്റെ മാല ഊരുത്താ അങ്ങോട്ട്. ഞാനത് ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. പോത്ത ഇത് ആർക്കും വേണ്ടാണ്. അവിടെ പെട്ടിയിൽ കിടക്കുന്നതാണോ നല്ലത്? അത് ഒരു ദിവസം ഞാൻ ഇടുന്നാണോ നല്ലത്? നിങ്ങൾ ഇരുന്ന് എന്തായാലും കൊള്ളൂല. ഊരിങ്ങോട്ട്. ഞാൻ ഇട്ടു എന്ന് വിചാരിച്ചത് തേയൊന്നുമില്ലല്ലോ. എടാ അച്ഛനോട് മര്യാദ ഊരാൻ പറഞ്ഞേ. അച്ഛൻ കൊടുത്തേ, നീ അത് മതി. നീ പോടാ അവിടുന്ന് പറമാണി. എടി ഇത് ഞാൻ ഇട്ടാ ഒന്നും സംഭവിക്കില്ല, അവിടെ കിടന്നോട്ടെ. നിങ്ങൾ ഇന്ന് പോകോ മോനതാ മാലൂര്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയുള്ളൂ. ഞാനേ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കണതാ. പിന്നെ ഞാനെന്താ, ഞാൻ കഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാവും, അത് കുഴപ്പമില്ല. മാലൂര്. എടി ഞാനും കൂടെ കഷ്ടപ്പെട്ടിട്ടുള്ള മുതലാടിയത്. അയ്യോ, നിങ്ങൾ എന്താ ഉണ്ടാക്കി? നിങ്ങൾക്ക് എന്താ ഉണ്ടായിരുന്നത്? എന്താടി എനിക്ക് ഇല്ലാതിരുന്നത്? നിനക്ക് തറവാടിനെ പറ്റി ഒന്നും അറിയില്ലേ? എന്നെ പറ്റി ഒന്നും അറിയില്ലേ? ചെമ്പ്രപ്പാടത്ത് 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നതാ. അത് തുച്ഛം വിലക്കല്ലേ വിറ്റ് തൊലച്ചത്? ആര്? അച്ഛൻ. എന്റെ അച്ഛനല്ലല്ലോ. നിന്റെ അച്ഛനല്ല, എന്റെ അച്ഛൻ. അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് ആരാ നിനക്കറിയോ? ഇല്ലല്ലോ. ഒരു തറവാട്ടുകാരൻ വന്നേക്കണു. ഞാനും അത്ര മോശം തറവാട്ടിൽ നിന്ന് വന്നൊന്നുമല്ല. നിന്റെ തറവാടിന്റെ മഹിമയൊന്നും നീ എന്നോട് പറയണ്ട. എന്താ? 4 ഓലി ഒരു മടലും കെട്ടി വെച്ചതല്ലേടി നിന്റെ തറവാട് അല്ലേ? എന്റെ ദേഹത്ത് തുടരുന്നത് ഞാൻ എന്നോട് പറഞ്ഞു. എന്താണ് നീ കാണിച്ചത്? നീ എന്നെ പിടിച്ച് തള്ളിയോ? എന്നെ പിടിച്ച് തള്ളിയ നീ ഒരു ഉണക്കമാരുടെ പേരിലാണ് നീ എന്നെ പിടിച്ച് തള്ളിയതല്ലേ? അടിച്ച് നിന്റെ കാരണ കുറ്റി പൊട്ടിക്കുന്നതാണ്. പക്ഷെ ഞാൻ അത് ചെയ്യില്ല. പെണ്ണുങ്ങളെ തല്ലി ചെയ്യൽ സത്യം ചെല്ലില്ല കേട്ടോ. കൊണ്ടുപോയി പുഴുകിത്തില്ലേ, കൊണ്ടുപോയി പുഴുകിത്തില്ല. കുറച്ച് അവന് കൊടുക്ക്, അവര് തരട്ടെ. കാര്യം ഞാൻ പറയാം, സത്യശീലൻ ആണാണെങ്കിൽ ആ പടി ഞെങ്ങി ചവിട്ടില്ല. ചവിട്ടില്ലേ ഞാൻ? രണ്ടാൾക്കും പടി മക്കാൻ തരുന്നതിനുള്ള കൂലി വഴി അത് കാണിക്കണം, നന്ദി കാണിക്കണം കേട്ടോ. വല്ല കാര്യം ഉണ്ടായിരുന്നു നമുക്ക്. ആ മാല കൊടുത്താ പോരാ? ഒരു വക്കാലത്ത് പിടിക്കാൻ വന്നേക്കും. കേട്ടിട്ട് തന്നെ എന്തോ ഒരു മാതിരി. ഇതൊക്കെ നമ്മളെ നാട്ടിലല്ല നടക്കണേ. ഇതൊരു കെട്ടിയോൻ ഒരു ആണല്ലേ ഈ പെണ്ണുങ്ങൾ എന്നെ കൊണ്ട് ചവിട്ടിക്കൂട്ടുക പറഞ്ഞ നടക്കണ കാര്യം അത്. അങ്ങനെ ചവിട്ടിക്കൂട്ടിയതെന്നൊന്നും പറയാൻ വയ്യ. ഒരു പിടിയും വില ഉണ്ടായപ്പോ ഞാൻ വീണതാണ്. അതൊന്നല്ല, അങ്ങനെ പറയരുത്. ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട് അന്നോള് തള്ളിയിട്ടിട്ട് ചവിട്ടിക്കുട്ടിയാന്നാ നാട്ടുകാർ മുഴുവൻ പറയണത്. അങ്ങനെ പറയണ്ടോ? പിന്നെ അല്ലാണ്ട് അന്ന ചിലപ്പോൾ ഓള് ഉന്തിട്ടുണ്ടാവുള്ളൂ. ആൾക്കാർ പറയണത് ആ ചെക്കന്റെ മുന്നിലിട്ടിട്ട് സത്യശീലനെ ചവിട്ടിക്കൂട്ടി കഴിഞ്ഞോളെന്ന്. അങ്ങനെയൊന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കിയോ, ഈ കുറച്ച് സ്ട്രോങ് ആയി നിന്നില്ലുണ്ടല്ലോ, ഓള് ഭദ്രകാളിയായിട്ട് മാറും. ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം എന്നോട് നമ്മൾ നേരത്തെ പറയണം വിചാരിച്ചാ, എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് പറയണം വിചാരിച്ചാ, ഇപ്പൊ പറയാ അനക്ക് ചേർന്ന പെണ്ണല്ല ഓളെന്തായി. കാരണം ഓളെ രൂപവും ഭാവവും ഒന്നും വെച്ചിട്ട് അനക്ക് ചേർന്ന പെണ്ണേ അല്ല ഓള്. അത് അത്ര ഇതൊന്നുമില്ല.
പിന്നെ ഇപ്പൊ ഒരു തെറ്റ് പറ്റി അതിപ്പോ തെറ്റ് പറ്റിന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തണം നമ്മള്. ഞാൻ അങ്ങനെ തിരുത്തു മൊയ്യല്ലിക്കാള് ഇത് എവിടെ നമ്മുടെ കുട്ടത്തിലൊക്കെ അങ്ങനെയാണ്. ഞാൻ പിന്നെ രണ്ടാമത്തെ പെണ്ണുങ്ങളല്ലേ പേരേല്. നമ്മള് ചെറിയൊരു ഒരു സംഭവം കിട്ടാൻ കാത്തിക്കാൻ നമ്മള് മൊയ്യല്ലായി. ആദ്യത്തെ പെണ്ണിനെ മൊയ്യല്ല സംഭവം അറിയാം എനിക്ക് ഇല്ല. ഒരു ബീഡി കുറ്റിയാ പ്രശ്നം. നമ്മള് ജോലിയും കഴിഞ്ഞ് പെരയിലെത്തിയപ്പോ പെരേന് മുറ്റത്തൊരു ബീഡി കുറ്റി കിടക്കണ്. അതിന് തുടങ്ങിയ കച്ചറിയാണ്. ഒരൊറ്റ ബീഡി കുറ്റിന്റെ കാര്യത്തിലാണ് ഓളെ നമ്മള് മൊയ്യല്ലി. അതാണ് അങ്ങനെ വേണം ആണുങ്ങള്. ഇജി ഒരു ഉളുപ്പില്ലാത്ത ചങ്ങായിയോട്ടെ ഒന്ന് പോടോ. സത്യം പറയാണ് ഈ ആൾക്കാർ മുഴുവൻ പറയും ഓളേറ്റ് ഇടക്കിടക്ക് കച്ചറുണ്ടാക്കും, രണ്ടാം ദിവസം ആകുമ്പോ ആലാട്ടിയെ കൂടി ചെല്ലും. അങ്ങനെയാണ് ആണുങ്ങള്. ഇതല്ലടോ ഞാൻ ആ ചെക്കന്റെ കാര്യം. ചെക്കന്റെ കാര്യം ചെക്കനെ പറ്റി മിണ്ടണ്ടായി. അന്നെ ചവിട്ടി കൂട്ടുന്ന സമയത്ത് ചെക്കൻ നോക്കിക്കില്ലേ നോമൊന്ന് പിടിച്ചു വെച്ചിന് അന്നെ. അതിന്റെയാ പറഞ്ഞത്. ചെക്കന്മാരൊന്നും നമ്മൾ വെറുതെ സ്നേഹിക്കുകയാണ് സത്യശീല. ഇവരൊക്കെ തള്ളാരെ ബാക്കി കൊണ്ട് പോകും. ഞാനൊരു തീരുമാനം എടുത്തോളൂ. എന്തേനി? ഞാനൊരു 4 ദിവസത്തിന് വീട്ടിലേക്ക് പോണില്ല. 4 ദിവസത്തിന് ഇജ് എന്ത് മനസ്സിനാണ്ടോ? ഓള് പഠിക്കട്ടോ. ഓളെന്ത് പഠിക്കും? 4 ദിവസം കൊണ്ട് ഓള് പഠിക്കല്. ഇജ് ചുരുങ്ങിയത് ഒരു മാസം കൊണ്ട് ആ പടി കയറരുത്. ഒരു മാസം കൊണ്ട് ഓള് പഠിക്കുള്ളൂ. കാരണം 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ടൊന്നും ഓള് പഠിക്കൂല. അന്നോടൊക്കെ പറയണ നേരം കൊണ്ട് എനിക്കൊക്കെ വേറെ നീ പണിക്കോ പോന്നല്ലേ അല്ലാന്ന്. അതാ വരുന്ന എന്റെ മോയ് മുട്ടനാണോ മോയ്? അച്ഛനെ വിളിച്ചോണ്ടല്ലോ അമ്മ പറഞ്ഞു വിട്ടതാവല്ലേ? ഏയ് അല്ല, ഞാൻ സ്കൂളിലേക്ക് പോണു. അല്ല സ്കൂള് കഴിഞ്ഞില്ലേ? സ്കൂള് കഴിഞ്ഞു. TCക്ക് അപേക്ഷ കൊടുക്കാനായിട്ട്. എന്തിനാ TC? എനിക്ക് പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടിയില്ലേ? ഒരു പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടി. ഫുൾ A+. പോയിക്കോ. ശരി എന്നാ പോട്ടെ. പൈസ എന്തേലും എന്റെ കയ്യില്? പൈസ വേണ്ട, എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. ഇല്ല, ഒരു 50 വെച്ചോ. അത് വേണ്ട, അമ്മ തന്നല്ലോ. മതിയാ. എന്നാ ശരി കേട്ടോ. എന്താ അച്ഛനാണ്ടോ? എന്താ അച്ഛനാണ് ഈ? എന്ത് എങ്ങനെ എനിക്ക് ആ ചെക്കനോട് ഇങ്ങനെ സ്നേഹമായിട്ട് പെരുമാറാൻ പറ്റണത്? എന്റെ ചെക്കൻ രാവിലെ പെണ്ണുങ്ങൾ എന്നെ ചവിട്ടി കൂട്ടുമ്പോ കയ്യും കട്ടി നോക്കിക്കല്ലേനു. ഓൻ എന്നെ പിടിച്ചേക്കാൻ വന്നിനു. വന്നില്ല. എന്തേ? കുട്ടിയെല്ലാം എഴുതുവോ? എന്ത് കുട്ടി സത്യശീല? പോളിടെക്നിക്ക പഠിക്കണ ചെക്കനാണ് കുട്ടി. അതിനിടയ്ക്ക് ഈ ഒരു ഉളുപ്പില്ലാത്ത വർത്താനം പറഞ്ഞാണല്ലോ. അമ്മ വിട്ടതേക്കൂല്ലേ കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന്. ഈ അല്ലാണ്ട് അമ്മമാര് ഭർത്താനൊക്കെ ചോദിക്കും. ചെക്കനോട് പൈസ വേണോ ചോദിച്ചില്ലേ ഈ? അത് ചോദിക്കുക ഏതെങ്കിലും അച്ഛന്മാര്. ഓനെ അമ്മ കൊടുത്തിട്ടുണ്ടാവും പൈസ. എന്നിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടാവും ബൈന്ന് അച്ഛനെ കാണും, അച്ഛൻ എന്തെങ്കിലും നക്കാപ്പിച്ച വേണോന്ന് ചോദിക്കാൻ വേണ്ടാന്ന് പറഞ്ഞാൽ ജീനോ നിൽക്കരുത്, അതിന്റെ ബല കൊണ്ട് കളയരുത്. ഇപ്പൊ എനിക്കൊരു അവസരമുണ്ട്. എന്താണെന്നറിയോ? ചെക്കപ്പ് എന്തിനാ പോയത്? ഈ ചെക്കൻ സ്കൂളിൽ കൊണ്ട് ചേർത്താരാ? അല്ലേ? ഓൻ ഇത്രയും കാലം വിദ്യാഭ്യാസത്തിന് പൈസ മുടക്കിയാരാ? അല്ലേ? അപ്പൊ ഈ TC വാങ്ങാനുള്ള അവകാശം അനക്കേ ഉള്ളൂ. ഇപ്പം കൊടുക്കാൻ പോണ അപേക്ഷയിൽ ഒപ്പിട്ടത് ആരെയും അറിയോ? അന്റെ ഓള് ശാമളയിക്കും. കിട്ടും, അങ്ങനെ കിട്ടൂ. അതിനൊക്കെ വകുപ്പുണ്ട്. ഓൻ കിട്ടുകയും ചെയ്യും. ഓൻ പോളിടെക്നിക്കിന് ചേരൂ. ഓന് നല്ല ഉദ്യോഗം കിട്ടും, വലിയ ശമ്പളം കിട്ടും. ശമ്പളമൊക്കെ ഓൻ അമ്മേനെ അടുത്ത് കൊണ്ടു കൊടുക്കും. ഇങ്ങനെ നോക്കി കണ്ടേരും. 5 പൈസക്ക് ഉപകാരം ഉണ്ടാവില്ല ചെക്കനെ. ഇങ്ങനെ നിന്നോ. ഇപ്പൊ എന്താ മണ്ടെന്ന് വെച്ചാല് ചെക്കൻ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് ഇജ്ജ് സ്കൂളിൽ എത്തണം. എന്നിട്ട് അടുത്ത അഡ്മിനിസ്ട്രേറ്റർ ഒരു പെണ്ണുങ്ങളുണ്ട്, ഓളോട് പറയണോ ഇന്റെ അനുവാദം ഇല്ലാണ്ട് ഓന് TC കൊടുക്കരുതെന്ന് പറയണം. ഓനെ ചേർത്ത് നമ്മളാന്ന് ഇയാളെ സ്ഥാപിക്കണം. എന്നിട്ട് കിട്ടരുത്, TC ഇട്ടരുത്. അങ്ങനെ ഓൾ എൻ്റെ അടുത്ത് വരട്ടെ, ഓള് വന്ന് എൻ്റെ കാല് പിടിക്കട്ടെ, അപ്പളേ ഈ ഒപ്പിട്ട് കൊടുക്കാവൂ. അല്ലാണ്ട് ചെക്കൻ നോക്ക്, ചെക്കൻ കൈവിട്ട് പോയാണ്ടല്ലോ. ചെക്കന്മാരൊക്കെ നമ്മളെ ഭാഗത്ത് നിൽക്കേണ്ടതാ, അച്ഛന്മാരുടെ ഭാഗത്ത് നിൽക്കണ്ട, അമ്മമാരുടെ ഭാഗത്ത് നിൽക്കണ്ടല്ല. ഇത് വേറൊരു കാര്യം. ഈ ഒപ്പിട്ട പേപ്പറും കൊണ്ട് പോയിട്ട് ചെക്കന് TC കൊടുക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ ടീച്ചറോട് പറഞ്ഞേക്കണം. എന്താ ഈ നോക്കി നിൽക്കണത്? എവിടേക്കായി? സ്കൂളിലേക്ക്. അങ്ങനെ നല്ല തീരുമാനം എടുത്തു. വേഗം വിട്ടോ. ഓനടത്തുന്നതിന് മുമ്പ് ഈ സ്കൂളിലെത്തണം. തിരക്കല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പണിയെടുത്താൽ മനസ്സിനൊരു സുഖ. ഹലോ, എന്താണത്? ഞാൻ മാഡത്തിനൊന്ന് കാണാനാ. അതിനെ ഒളിഞ്ഞു നോക്കണം എന്തിനാണ്? ഒളിഞ്ഞു നോക്കിയൊന്നുമില്ലല്ലോ. നിങ്ങളാരാ? ഞാനാരാണെന്നാ? എൻ്റെ ഈ കോലം കണ്ടാൽ അറിയാൻ പാടില്ലേ? അതെന്നെ ചോദിച്ചു. നിങ്ങളാരാ? പോലീസൊന്നും ഇല്ലല്ലോ. പോലീസൊന്നുമല്ല, ഞാനിവിടുത്തെ പ്യൂണാണ്. എന്നെ ചോദിച്ചു. പ്യൂണല്ലേ? എന്താ മാഡത്തിനൊന്ന് കണ്ടോട്ടെ? പോയി കാണും. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.